92.3 Malayalam FM. നമസ്കാരം. 92.3 മലയാളം എഫ്എമ്മിൻ്റെ മറ്റൊരു പുതിയ ബ്രോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ചില ബ്രോഡ്കാസ്റ്റുകളെ പോലെ ഇന്നൊരു വീഡിയോ പോഡ്കാസ്റ്റ് കൂടിയാണ് ഇന്നിവിടെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് യൂട്യൂബ് ചാനലിൽ അല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഇപ്പോൾ നടക്കുന്ന ഈ സംഭാഷണത്തിൻ്റെ വീഡിയോ വേർഷൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ദയവേത് അതുകൂടി ശ്രദ്ധിക്കുക. ഇന്ന് നിങ്ങളുടെ റേഡിയോ ബ്രോഡ്കാസ്റ്ററായിട്ട് വന്നിരിക്കുന്നത് ഉണ്ണിയാണ്. എന്നോടൊപ്പം ഇന്ന് വളരെ വിശിഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി ജോയിൻ ചെയ്യുന്നുണ്ട്, ശ്രീ കെ വി മോഹൻകുമാർ സർ. നമസ്കാരം സർ, ആൻഡ് വെൽക്കം ടു അവർ ഷോ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്ഥിരം ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് ഇത് ഒരു അറിവായിരിക്കും. 2 വർഷം മുൻപ്, 2-3 വർഷം മുൻപാകും അല്ലേ സാർ? 2 വർഷം 2024 അപ്പോൾ 2 വർഷങ്ങൾക്ക് മുൻപ് സാർ ഇവിടെ മെൽബൺ സന്ദർശിച്ച സമയത്ത് നമ്മുടെ ട്രിപ്പിൾ മലയാളത്തിന് വേണ്ടിയുള്ള ഒരു സിംഗിൾ ഇൻ്റർവ്യൂവിൽ നമ്മളൊരു ചർച്ച തുടങ്ങി. പക്ഷേ ആ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളും അതിൽ നിന്ന് പിന്നെ ഉള്ളവനുണ്ടായ ക്യൂരിയോസിറ്റിയൊക്കെ കൂടി കൊണ്ട് അദ്ദേഹം തുടർന്നുള്ള സംഭാഷണത്തിന് സമയം അനുവദിക്കുകയും അങ്ങനെ അതൊരു 3 ബ്രോഡ്കാസ്റ്റുകളുള്ള ഒരു സീരീസ് ആയിട്ട് ആ ചർച്ച മാറുകയും ചെയ്തു. അന്ന് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളെ പറ്റിയും പിന്നെ അദ്ദേഹത്തിൻ്റെ താത്വികമായിട്ടുള്ളതും പിന്നെ അതുപോലെ ബൗദ്ധികമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്യുകയുണ്ടായി. പിന്നെ നമ്മുടെ മലയാള ഭാഷയുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു കൾച്ചറിൻ്റെയൊക്കെ തന്നെ ആ ഒരു സംസ്കാരത്തിൻ്റെ ഒറിജിനെ പറ്റിയുള്ള ഒരുപാട് അന്വേഷണങ്ങൾ അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മളോടൊപ്പം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റേഡിയോയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രം. ഇനി അതിരിക്കെ അദ്ദേഹത്തെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നു നിങ്ങൾക്ക് മുന്നിൽ. ശ്രീ കെ വി മോഹൻകുമാർ എന്ന് പറഞ്ഞ സാർ എന്ന് പറയുന്നത് അപ്പോൾ 2004 ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ കേരള കേഡറിൽ അദ്ദേഹം നിയമിക്കപ്പെടുകയും അങ്ങനെ കേരളത്തിൽ തന്നെ കോഴിക്കോടും പിന്നീട് പാലക്കാടുമൊക്കെ കളക്ടറായിട്ട് അദ്ദേഹം ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ പോലും അദ്ദേഹം വിദ്യാഭ്യാസ ഡയറക്ടറായിട്ട് ഇരുന്നു, പിന്നെ ഹയർ സെക്കൻഡറി ഡയറക്ടറായിട്ടിരുന്നു, പിന്നെ അതുപോലെ മറ്റൊരു പോസ്റ്റിൽ പൊതുവിദ്യാഭ്യാസ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നു. അതെ, DP ആയിരുന്നു. പിന്നെ അതുപോലെ ഭക്ഷ്യവകുപ്പിൽ കമ്മീഷനിൽ ചെയർമാൻ ആയിരുന്നു, പ്രഥമ ചെയർമാനായിരുന്നു. അതെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പദവികൾ അലങ്കരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളും നമ്മൾ തുടർന്നു. കാരണം അദ്ദേഹത്തിനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു എന്നൊരു ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്, അതുകൂടെ നിങ്ങൾ അറിയണം. ഒരു ആത്മാന്വേഷിയാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതുവരെ 40ഓളം കൃതികൾ, 40ാമത്തെ പുസ്തകം വരികയാണ്. അതിൽ 12 നോവലുകളുണ്ട്. ഏറ്റവും ഒടുവിൽ ഇറങ്ങിയത് ഉല എന്ന് പറയുന്ന നോവലും അതിന് മുന്നേ ഉഷ്ണരാശി എന്ന് പറയുന്ന നോവലിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തിയതൊക്കെ. സാഹിത്യ അക്കാദമി അവാർഡും പിന്നെ വയലാർ അവാർഡും ഒക്കെ ഉഷ്ണരാശി എന്ന കൃതിക്കല്ലായിരുന്നു. അങ്ങനെ ഒരുപാട് അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ബ്യൂറോക്രസിയിൽ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സാഹിത്യ ആസ്വാദകരുടെ ഒക്കെ മുന്നിലാണെന്നുണ്ടെങ്കിലും ഒക്കെ. അതുപോലെ തന്നെ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പുതിയൊരു സിനിമ വരികയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ സംവിധാനത്തിൽ അദ്ദേഹം തിരക്കഥ എഴുതിയ ഒരു സിനിമ കൂടി ഇപ്പോൾ നമുക്ക് മുന്നിൽ വരാൻ പോവുകയാണ്. തിരക്കഥയും എനിക്ക് തോന്നുന്നു സാർ അതിനകത്ത് സംവിധാന രംഗത്തിലും അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് തിരക്കഥയും പിന്നെ തിരക്കഥയും ഒരുമിച്ചാണ് എഴുതിയത്. അപ്പോൾ അങ്ങനെ അതിനെയൊക്കെ പറ്റിയുള്ളൊരു കുറച്ച് വിശേഷങ്ങൾ ഇന്ന് കേൾക്കാവുന്ന പ്രതീക്ഷയിലാണ് ഇന്ന് സാറിനോടൊപ്പമുള്ള സമയം ചോദിച്ചിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സാർ ഇന്ന് എന്താ പറയുക, ഇപ്പം കഴിഞ്ഞ തവണ ഈ പറഞ്ഞ മാതിരി ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പുതിയതായിട്ടുള്ള അറിവുകൾ നമുക്ക് തരികയാണ് ചെയ്തത്. ഇന്ന് അങ്ങയുടെ ഭാവന, അങ്ങയുടെ തൂലികയിലൂടെ ഇപ്പോൾ ഫിലിമിലേക്ക് വന്നിരിക്കുകയാണ്. അതിലെ ഏറ്റവും പുതിയൊരു വേർഷൻ, അതും മറ്റാരുമല്ല, അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് തന്നെ വേൾഡ് സിനിമയുടെ റീഡെഫിനിഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മലയാളികൾക്കൊക്കെ അഭിമാനമായി നിൽക്കുന്നൊരു സംവിധായകൻ സാറിൻ്റെ ഒരു മനസ്സിൽ നിന്ന് വന്ന ഒരു കഥ തിരഞ്ഞെടുത്തു. അതിൻ്റെ തിരക്കഥയും അദ്ദേഹം തന്നെ ചെയ്ത് മുന്നോട്ട് വരികയാണ്. അപ്പോൾ
ആ സിനിമയെ പറ്റി ഒരു 2 വാക്ക്. അതിൻ്റെ ഇനി അതിൻ്റെ ആക്ടർ ആരാണ്, അല്ലെങ്കിൽ അത് എന്ത് ലെവലുള്ള പ്രൊഡക്ഷനാണെന്നൊക്കെ ഉള്ളത് സാറിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടറിയാം. മമ്മൂട്ടി കമ്പനിയാണ് സിനിമ നിർമ്മിക്കുന്നത്. സിനിമയുടെ പേര് പറഞ്ഞു പദയാത്ര. അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ് ഡയറക്റ്റ് ചെയ്തത്. സാറ് 10 വർഷത്തിന് ശേഷം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അതോടൊപ്പം തന്നെ ഒരു സവിശേഷത എന്ന് വെച്ചാൽ മമ്മൂട്ടിയും അടൂർ സാറും കൂടി 32 വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന സിനിമ കൂടിയാണ്. ഈ സിനിമ ഞാൻ അതിൻ്റെ ഒരു ഭാഗമാവാൻ ഇടയായത് ഞാനും സാറുമായിട്ടൊരു 2 വർഷമായിട്ട് സിനിമയ്ക്കുള്ള കഥകളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പം എൻ്റെ പല കഥകളും സാറ് വായിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു മായൻതുരുത്ത് എന്നൊരു കഥ സിനിമയാക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ കുറേ സിറ്റിംഗ് നടത്തിയായിരുന്നു. എൻ്റെ സമ്പൂർണ്ണ കഥകളെന്ന സമാഹാരത്തിൽ ഉള്ളൊരു കഥയാണ്. സാർ ഇതിനെക്കുറിച്ച് അത് കഥ വായിച്ചു ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് തവണ അത് സിനിമയാക്കുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഇങ്ങനെ ആരാഞ്ഞ് ഒരുപാട് സിറ്റിംഗ് നടത്തി. പക്ഷേ ഞങ്ങൾ ഒത്തിരി ഇങ്ങനെ ശ്രമിച്ചു നോക്കിയിട്ടും അതൊരു 1.5 മണിക്കൂറിലേക്ക് വലിച്ചു നീട്ടാവുന്ന പോലെ അതിന് ഒരു കണ്ടൻ്റ് ഇല്ല എന്ന് വന്നു. അങ്ങനെ പിന്നെ എന്ത് ചെയ്യുന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പുതിയതായിട്ട് എഴുതുന്നൊരു കഥയെക്കുറിച്ച് സാറിനോട് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ഏപ്രിലിൽ മാതൃഭൂമിയുടെ ഓണപ്പതിപ്പിൽ കഥ ചോദിക്കാറുണ്ട്. അപ്പം കഥ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ എഴുതി തുടങ്ങിയൊരു കഥയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ ഇങ്ങനെ ഞങ്ങളുടെ ഈ മായൻതുരുത്ത് എന്ന കഥയുടെ മുന്നോട്ടുള്ള പോക്കൊരു ചെറിയൊരു തടസ്സമായപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു കഥയുണ്ട്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നൊരു കഥയാണ് എന്ന് പറഞ്ഞു. ആ തീം കേട്ടപ്പോൾ സാറ് പറഞ്ഞു, കൊള്ളാമല്ലോ, ഇതിലൊരു സിനിമയുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ കഥയെ പിന്നെ ഇങ്ങനെ ആലോചിച്ച് സത്യത്തിൽ ഞാൻ മാതൃഭൂമിയിൽ എഴുതാനിരുന്ന കഥയുടെ വേറൊരു വേർഷനാണ് ശരിക്കും സിനിമയായിട്ട് വന്നിരിക്കുന്നത്. കാര്യം അത് ഞാൻ ആ കഥ സാറിനോട് പറഞ്ഞതിന് ശേഷം അടൂർ സാറും ആ കഥയിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ആ കഥയ്ക്ക് ഒരു പുതിയൊരു ഡയമെൻഷൻ കൊടുത്തു. അങ്ങനെ അതാണ് പദയാത്ര എന്ന സിനിമയായിട്ട് സംഭവിച്ചത്. അപ്പം സാറ് ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്, സാറിൻ്റെ ഒരു സിനിമയും സാറല്ലാതെ മറ്റൊരാൾ തിരക്കഥ എഴുതിയിട്ടില്ല. ആദ്യമായിട്ടാണ് സാറിനോട് പറഞ്ഞു, മോഹൻകുമാർ തിരക്കഥ എഴുതൂ എന്ന് പറഞ്ഞു. എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. സാർ പറഞ്ഞാൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരക്കഥ എഴുതി തുടങ്ങി. കുറച്ച് സീനുകളൊക്കെ എഴുതി സാറിനെ കാണിച്ചു. സാർ വളരെ ഹാപ്പിയായിരുന്നു. സാറ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്കെപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു. കാര്യം അടൂർ സാറിനെ പോലെ ഒരാളുടെ സിനിമയ്ക്ക് ഞാൻ തനിച്ച് അങ്ങോട്ട് സ്ക്രിപ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അത്ര ഒരു ആത്മവിശ്വാസം ഇല്ലാത്തൊരു കാര്യമാണ്. അയ്യോ, അത് അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഇത് വരുമ്പോൾ ഞാൻ പറഞ്ഞു, സാർ നമുക്ക് ഒരുമിച്ച് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. സാർ ഒന്നില്ല, മോഹൻകുമാർ എഴുതും, നമുക്ക് നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താം എന്ന് പറഞ്ഞങ്ങനെ ഞങ്ങൾ പരസ്പരം ആലോചിച്ചും കൊണ്ടും കൊടുത്തുമൊക്കെ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഞാൻ സാറിനത് കൊടുത്തു, മെയിൽ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അതിൽ വീണ്ടും ഇരുന്ന് പിന്നെ സാറ് ഒരുപാട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സത്യത്തിൽ ഇപ്പം സിനിമയായ സ്ക്രിപ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരുക്കിയ ഒരു തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണ്. സാറിൻ്റെയും എൻ്റെയും കോൺട്രിബ്യൂഷനുള്ള ഒരു എന്താ പറയുക, ഞങ്ങളുടെ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊണ്ടും കൊടുത്തും ഞങ്ങൾ തയ്യാറാക്കിയൊരു സിനിമ. കാര്യം സാറ് ചില നിർദ്ദേശങ്ങൾ വയ്ക്കും, ഞാൻ ചിലപ്പോൾ അതിനോട് ചോദിച്ചെന്ന് വരും, ചോദിച്ചില്ലെന്ന് വരും. ഞാൻ ചിലത് പറയും, സാറ് എന്നോട് ചോദിച്ചെന്ന് വരും, ചോദിച്ചില്ല എന്ന് വരും. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഇഴയെടുപ്പത്തോടെ തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണ് ഇപ്പം സിനിമയായത്. ഇത് മമ്മൂട്ടി ഇതിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? മമ്മൂക്ക ഇതിലേക്ക് വരാനിടയായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഞങ്ങൾ ഈ സിനിമ ഗോപാലേട്ടനെയാണ് സമീപിച്ചത് സിനിമ നിർമ്മിക്കാനായിട്ട്. അപ്പം ഗോപാലേട്ടനാണ് എൻ്റെ ക്ലിൻ്റ് നിർമ്മിച്ചത്. ഞാൻ നേരത്തെ സ്ക്രിപ്റ്റ് ചെയ്ത ക്ലിൻ്റ് എന്ന സിനിമ ഹരികുമാർ ഡയറക്റ്റ് ചെയ്ത സിനിമ. ഞങ്ങൾ തമ്മിലുള്ളൊരു പേഴ്സണൽ ബന്ധത്തിൻ്റെ പേരിലാണെന്ന് ആ സിനിമ അദ്ദേഹം എടുത്തത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴേ ഞാൻ ഗോപാലേട്ടനോട് പറഞ്ഞു, ഇങ്ങനൊരു കാര്യമുണ്ട്, അടൂർ സാറാണ് സംവിധായകൻ,
എന്ന് പറഞ്ഞപ്പോൾ ഗോപാലേട്ടൻ വളരെ താല്പര്യത്തോടെ പറഞ്ഞു, പിന്നെന്താ അടൂര് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നിർമ്മിക്കാം എന്ന് ഓക്കെ. പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പം നായകനായിട്ട് മമ്മൂട്ടി തന്നെ വേണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. ഓക്കെ. കഥാപാത്രം നായക കഥാപാത്രം മമ്മൂക്ക ചെയ്യേണ്ട ഒരു കഥാപാത്രമാണ്. ഓക്കെ. അപ്പം അങ്ങനെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നായകൻ മമ്മൂക്ക ആയിരിക്കും നമ്മളങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. ഗോപാലേട്ടൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ അടൂര് തന്നെ മമ്മൂട്ടിയായിട്ട് സംസാരിക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നാലെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അടൂർ സാറ് മമ്മൂക്ക ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്ന സമയമാണ്. ആ സമയത്ത് മമ്മൂക്ക ട്രീറ്റ്മെൻറ്റിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാനൊരു ഒരു ഒരു പ്രയാസമുണ്ടായിരുന്നു. ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് മമ്മൂക്ക തിരിച്ചു വന്നു, വിശ്രമിക്കുമെന്ന് അറിഞ്ഞപ്പോഴിങ്ങനെ അടൂർ സാറ് ബന്ധപ്പെട്ടു, ഫോണിൽ ബന്ധപ്പെട്ടു. അതിനുശേഷം സ്ക്രിപ്റ്റ് വായിക്കാനായിട്ട് കൊടുത്തു. ഓക്കെ. സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മൂക്ക ഇങ്ങോട്ട് പറഞ്ഞു, ഈ സിനിമ നമുക്ക് ചെയ്തുകൂടെ, മമ്മൂട്ടി കമ്പനി തന്നെ ചെയ്യുന്നതിലെന്താ തെറ്റ് എന്ന് ചോദിച്ചു. ഓക്കെ. അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ. തീർച്ചയായിട്ടും. അങ്ങനെ ഞങ്ങൾ മമ്മൂട്ടി കമ്പനിയെ കൊണ്ട് ആ സിനിമ ചെയ്യിക്കാനായിട്ട് സമ്മതിക്കുന്നു. അങ്ങനെ ഒരു വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് മുന്നോട്ട് വരികയാണ്. എനിക്ക് ഒരു അതെ, പക്ഷേ സാർ ഇതുവരെ ചെയ്ത സിനിമകളിൽ ഒരു വലിയ ഭാഗ്യമാണല്ലോ മമ്മൂട്ടി കമ്പനി തന്നെ ആ സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണല്ലോ അത്. അതെ തീർച്ചയായും. അല്ല എന്നാലും സാർ ഇതുവരെ ചെയ്ത സിനിമകളിൽ വെച്ചിട്ട് ഒരു വലിയൊരു പ്രൊഡക്ഷനായിട്ട് മാറുന്നത് എന്താ പറയുക, ഈ ഒരു സ്കെയിലിലേക്ക് ആ പ്രൊഡക്ഷൻ പോകുന്നത്. അതെ അതെ, ക്ലിൻറ്റും വലിയൊരു സ്കെയിലിലേക്ക് ചെയ്തൊരു സിനിമ വർക്കായിരുന്നു. തന്നെയായിരുന്നു. ഗോകുലം മൂവീസാണ് അദ്ദേഹത്തിന്റെ ചെയ്തത്. പ്രൊഡക്ഷൻ. അതെ അതെ. പക്ഷേ ഇത് വേറൊരു തലത്തിലാണ്. അത് ഓക്കെ. കാര്യം മമ്മൂക്ക തന്നെ നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ആ സിനിമ ചെയ്യുന്നു എന്ന് കൈകാര്യം പറയുമ്പോൾ ചെയ്യുന്നു എന്നുള്ളത്. അതിൻ്റെ ഒരു ലെവൽ വേറെയാണ്. അതെ അതെ അതെ. അതും അത്രയും വിരുദ്ധം വന്ന ഒരു കലാകാരന് ആ സ്ക്രിപ്റ്റിനോട് ആ കഥയോട് വിശ്വാസം അതെ അതെ, തോന്നാനും, തീർച്ചയായും. അല്ലേ, അതുപോലെ ആ ഒരു സംവിധായകനോടൊപ്പം വർക്ക് ചെയ്യുക, അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. പിന്നെ മമ്മൂക്കയും അടൂർ സാറുമായിട്ടൊരു കെമിസ്ട്രി ഉണ്ട്. ഓക്കെ. കാര്യം മമ്മൂക്കയ്ക്ക് 2 ദേശീയ അവാർഡ് നേടിക്കൊടുത്തതും അടൂർ സാറിൻ്റെ സിനിമയിലാണ്. ഓക്കെ. മതിലുകളും വിധേയനും രണ്ടും. 2 സിനിമകളും ദേശീയ അവാർഡ്, മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂക്കയ്ക്ക് സമ്മാനിച്ച സിനിമകളാണ്. ഓക്കെ. അടൂർ സാറിൻ്റെ 3 സിനിമകളിലും മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്. മതിലുകൾ, വിധേയൻ, അനന്തരം 3 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കെമിസ്ട്രി അവർ തമ്മിലുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ അടൂർ സാറിൻ്റെ സിനിമ ചെയ്യാന്നുള്ളത് മമ്മൂക്കയെ സംബന്ധിച്ച ഒരു അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ആഗ്രഹം തന്നെ, ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കടമയായിട്ടൊക്കെ അദ്ദേഹം കാണുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാര്യം ഞങ്ങൾക്ക് സിനിമയുടെ നിർമ്മാണ സമയത്ത് ഞങ്ങൾക്കറിയാം, സാധാരണ ഈ പ്രൊഡക്ഷൻ്റെ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം ചിലവ് ചുരുക്കാനൊക്കെ നോക്കും. പക്ഷെ ഇവിടെ അവർ തന്നെ ഞങ്ങളോട് പറയില്ല, അത് നമുക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു ചിലവും ചുരുക്കണ്ട, സാർ എന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്തോളൂ എന്ന് നമുക്കവിടെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ശരി. അതിലേക്ക് സിനിമയിലേക്ക് ഒരു 3 സെക്കൻഡ് മാത്രം, ഒരു 3 മിനിറ്റ് മാത്രമുള്ളൊരു ട്രെയിൻ സീനുണ്ട്. ഓക്കെ. അത് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സാറിനോട് പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ആ ട്രെയിൻ സീൻ ഒഴിവാക്കാൻ വേണമെങ്കിൽ നമുക്ക് ബസ്സിലോ അല്ലെങ്കിൽ ഒരു ജീപ്പിലോ എന്തെങ്കിലും ചെയ്യാൻ. കാര്യം 3 മിനിറ്റിന് വേണ്ടി ഭയങ്കര ചിലവാണ് ട്രെയിനിൽ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചാൽ. അതിനായിട്ട് ഒരു 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിനായിട്ട് അത്രത്തോളം നമ്മൾ റെൻ്റായിട്ട് കൊടുക്കണം. ഓക്കെ. ഓക്കെ. ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണെങ്കിൽ തന്നെ എത്രയോ വർഷം കഴിഞ്ഞായിരിക്കും തിരിച്ച് കിട്ടുന്നത്. പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അത്രയും ഭാരിച്ചൊരു ചിലവ് നമ്മളൊരു 3 പ്രൊഡക്ഷൻ യൂണിറ്റ് മുഴുവൻ അവിടെ അതെ. കൂടെ ചെയ്യുന്നതിന്റെ 3 മിനിറ്റിന് വേണ്ടി നമ്മൾ അത്രയും പൈസ മുടക്കണമെന്ന് ഞാൻ സാറിനോട് ചോദിച്ചു. ഓക്കെ. സാറും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് വേണമെങ്കിൽ നോക്കാം, ബസ്സിലെങ്ങനെ ചെയ്യാൻ നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ മമ്മൂക്കയുടെ ശ്രദ്ധയിൽ ഈ കാര്യം വന്നപ്പോൾ നമുക്ക് പറഞ്ഞില്ല, ട്രെയിനിൽ ചെയ്താൽ മതി, സ്ക്രിപ്റ്റിൽ അങ്ങനെയാണെങ്കിൽ ട്രെയിനിൽ തന്നെ ചെയ്താൽ മതി. ഓക്കെ. അങ്ങനെ അത് ട്രെയിനിലാണ് ഷൂട്ട് ചെയ്തത്. ഓ. കൊല്ലംകോട് നിന്ന് പൊള്ളാച്ചി വരെയുള്ള ഭാഗത്തേക്ക് നമ്മളൊരു ട്രെയിൻ വാടകയ്ക്കെടുത്ത്, 4 കോച്ചുകൾ വാടകയ്ക്കെടുത്ത് ട്രെയിൻ ആ റൂട്ടിലൂടെ ഓടി. ഓക്കെ. അതിൽ വെച്ചാണ് ആ സീൻ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പ്രൊഡക്ഷനിൽ ഒരുപാട് ലാഭങ്ങൾ നോക്കുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ വളരെ റിലാക്സ് ചെയ്താണ് പദയാത്രയുടെ നിർമ്മാണം നിർവഹിച്ചത്. സെറ്റ് പദയാത്രയുടെ മിക്കവാറും സെറ്റുകളെല്ലാം തന്നെ നമ്മൾ തന്നെ അവിടെ നിർമ്മിക്കുകയായിരുന്നു. ഓക്കെ. അപ്പം സെൻട്രൽ ജയിൽ ഷൂട്ട് ചെയ്യണമായിരുന്നു. സെൻട്രൽ ജയിലിലെ കുറച്ച് സീനുകളുണ്ട്. ഓക്കെ. ഞങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിലും വിയ്യൂരും ട്രിവാൻഡ്രം എല്ലാം നോക്കി.
ട്രിവാൻഡ്രം ഫിക്സ് ചെയ്തു. അപ്പം പല സീനുകളുണ്ട് ജയിലിലെ. ഓക്കെ. പക്ഷേ ഒടുവിൽ ഞങ്ങൾക്ക് സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ സർക്കാർ അനുമതി തന്നില്ല. അനുമതി തന്നു, സെൻട്രൽ ജയിലിലെ ഷൂട്ട്. അനുമതി തന്നു. സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരു സ്ഥലത്ത് മാത്രം ഷൂട്ട് ചെയ്യാം, ഓഹോ. അവിടെ ഞങ്ങൾക്ക് ആവശ്യവുമില്ല. ഓ. അല്ലാത്ത സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുള്ള ഒരു അനുമതിയാണ് തന്നത്. ഓ ഓ. സെൻട്രൽ ജയിലിലെ എല്ലാ സീനുകളും അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഓക്കെ ഓക്കെ. പിന്നെ എൻ്റെ ഒരു പ്രധാന ലൊക്കേഷൻ ഒരു ആതുരാലയമാണ്, ഒരു ക്ലിനിക്കാണ്. ഓക്കെ. ക്ലിനിക്ക് ഉദ്യോഗമണ്ഡലിൽ നമ്മൾ സെറ്റിടുകയായിരുന്നു. ഓ ഓക്കെ. അപ്പോൾ സിനിമയുടെ കഥ വെളിപ്പെടുത്തിയില്ലെങ്കിൽ കൂടി ഇത് ഏത് ഒരു നേച്ചറിൽ പെടുന്നതായിരിക്കും, ഏത് ജോണറിൽ ഇതൊരു പെടുന്നതായിരിക്കും? സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമയാണ്. സോഷ്യോ പൊളിറ്റിക്കൽ. ഓക്കെ ഓക്കെ. നമ്മുടെ ഈ വർത്തമാനകാലത്ത് സംഭവിക്കുന്ന ഒരു ഓക്കെ. ഒരു 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 സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ശരി. ഓക്കെ. കൂടുതൽ കഥയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ല. മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ സിനിമ റിലീസ് ചെയ്തിട്ടില്ല. എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം Okay. കഴിഞ്ഞു, ഷൂട്ടിംഗ് കഴിഞ്ഞു ഒക്കെ ചെയ്തു. പക്ഷേ സിനിമ റിലീസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കഥ പറയുന്നത് ശരിയല്ല. അതിന്റെ കാസ്റ്റ് ഒക്കെ റിവീൽ ആയായിരുന്നു ഒഫീഷ്യലി? ഫസ്റ്റ് എല്ലാം റിവീലായി. ആ. മമ്മൂക്കയാണ് ലീഡ് മമ്മൂക്ക എന്നുള്ളത് റോൾ. അറിയാം, അതെ. അതെ. ഡോക്ടർ ദേവദാസ് എന്ന് പറയുന്ന ലീഡ് റോളിൽ മമ്മൂക്കയാണ്. റോസലിൻ എന്ന് പറയുന്ന കഥാനായികയുടെ റോള് ഗ്രേസ് ആൻ്റണിയാണ്. ഗ്രേസ് ആൻ്റണിയാണ്. അറിയാമല്ലോ, ഗ്രേസ് ആൻ്റണി അതെ, നല്ല ആർട്ടിസ്റ്റാണ്. അതെ അതെ. പിന്നെ ആ സിനിമയിൽ റോഷാക്കിലും മമ്മൂട്ടിയുടെ റോഷാക്കിൽ ഉണ്ടായിരുന്നു. മമ്മൂക്കയുടെ ഭാര്യയായിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. കുമ്പളങ്ങി നൈറ്റ്സിലെ ഭഗവതിൻ്റെ പിന്നെ ഭാര്യയായിട്ട്. അതെ അതെ. പിന്നെ ഒരു പ്രധാന റോള് അഭിനയിക്കുന്നത് ഇന്ദ്രൻസ് ആണ്. ഇന്ദ്രൻസ് സിനിമയിൽ ആദ്യാവസാനമുണ്ട്. ഓക്കെ. പിന്നെ പ്രമുഖ നടന്മാരുടെ നിരയിലേക്ക് വരികയാണെങ്കിൽ ജനാർദ്ദനൻ, ജഗദീഷ്, പിന്നെ അലൻസിയർ, ഓക്കെ. മധുപാൽ, സീനത്ത്, പിന്നെ പെമ്പിളയൂർമേലെ നായിക സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ശ്രീഷ്മ ചന്ദ്രൻ. ഓക്കെ. ശ്രീഷ്മ. അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് പേര് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ഓക്കെ. കഴിഞ്ഞ സിനിമയിൽ ഗാനങ്ങൾ അങ്ങ് രചിച്ചതായിരുന്നില്ലേ? അങ്ങനെ സംഭവിച്ചു. അതെ ആകസ്മികമായിട്ട് സംഭവിച്ചു. അതെ. ഇപ്പൊ പുതിയ സിനിമയിൽ ഞാനൊരു ഗാനരചയിതാവൊന്നുമല്ല. അത് അന്നിങ്ങനെ സംഭവിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ. അത് ആദ്യമായിട്ട് അവസാനമായിട്ട് ഞാൻ എഴുതിയ സിനിമ പാട്ടുകളാണ്. അത് പക്ഷേ ഔസേപ്പച്ചന് ഒരുപാട് ഇഷ്ടമായി ആ പാട്ടുകൾ. ഓക്കെ. ഔസേപ്പച്ചൻ ഇപ്പോഴും ആ പാട്ടുകളെ കുറിച്ച് പറയും. അതെ. നമ്മുടെ ഭാഗം 1 2024 ചെയ്ത അതിൽ ഭാഗം 1 ആ പാട്ടുകൾ പ്ലേ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അതെ അതെ. അത് വി.കെ. പ്രകാശിന്റെ സംവിധാനത്തിലുള്ള സിനിമയായിരുന്നു. ആരോരാളെന്ന സിനിമയ്ക്ക് വേണ്ടി. ആരോരാളെന്ന സിനിമയായിരുന്നു. അതിൽ ഒരു പാട്ട് ഭൈരവി രാഗത്തിൽ സമ്പൂർണ്ണമായിട്ട് മലയാളത്തിൽ ആദ്യമായിട്ട് ചിട്ടപ്പെടുത്തിയ പാട്ടാണ്. ഓക്കെ. ബിന്നി കൃഷ്ണകുമാർ പാടിയ അതെ അതെ. നല്ലൊരു ആരോ പാട്ടാണ്. മൊഴിയൊരിയണം. അതെ, നല്ല പാട്ട്. പിന്നെ ഒരു പാട്ട് വിജയ് യേശുദാസാണ് പാടിയിരിക്കുന്നത്. അതെ അതെ. അപ്പോൾ പുതിയ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിന്റെ സംഗീതം, രചന അങ്ങനെയുള്ളതൊക്കെ? അല്ല, ഇതിൽ അടൂർ സാറിൻ്റെ സിനിമയിൽ പൊതുവെ ഗാനങ്ങളില്ലല്ലോ. ഓക്കെ. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. മ്യൂസിക് ഉണ്ട്. കൂടുതലും കഥയും അതിൻ്റെ ഒരു ഗതിക്കും പ്രാധാന്യം കൊടുത്തു തന്നെയാണ് ഇത് പോയിരിക്കുന്നത് അല്ലേ? ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് പറയുന്നു. ഇതിൽ കൂടുതൽ പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്നാലും സെറ്റ് ഇട്ടതും ജയില്, പിന്നെ അല്ലെന്നെങ്കിൽ ഈ പറഞ്ഞ ക്ലിനിക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു ഒരു ഗ്രാമീണതയുടെ അതിനകത്തൊരു ഈ ട്രൈബൽ ഗ്രാമം 3 സ്ഥലങ്ങളിലായിട്ട് ഒരു വലിയൊരു ട്രൈബൽ ഗ്രാമം നമ്മൾ സെറ്റ് ഇടുകയാണ് ചെയ്തത്. ഓഹോ, അത് ശരി. ഓക്കെ. അത് പൂയംകുട്ടി ഫോറസ്റ്റിലൊക്കെ ആയിരുന്നു. അത് എറണാകുളത്ത് ഭൂതത്താൻകെട്ടിനടുത്തുള്ള ഭൂതത്താൻകെട്ടിലും ഒക്കെ ആയിട്ടായിരുന്നു നമ്മുടെ ഷൂട്ടിങ്. ഓഹോ. ഭൂതത്താൻകെട്ട്, പൂയംകുട്ടി, ഉദ്യോഗമണ്ഡൽ, ആ പ്രദേശങ്ങളിലൊക്കെ ആയിരുന്നു നമ്മുടെ ഷൂട്ടിങ് നടന്നത്. ഓക്കെ. പ്രധാനമായിട്ടും ഇത് എത്ര നാളെടുത്തു ഈ ഒരു ഷെഡ്യൂളുകൾ? ഞങ്ങളൊരു 45 days എടുത്തു. 45 days ആയിരുന്നു ഷൂട്ട് മാത്രം. പ്രീ പ്രൊഡക്ഷൻ എത്ര നാളുണ്ടായിരുന്നിരിക്കും? പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഷൂട്ടിന് മുൻപായിട്ട് ഞങ്ങളുടെ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏപ്രിലിൽ അത് തുടങ്ങി. ഓക്കെ. ഒരു 4-5 മാസം കൊണ്ട് ഞങ്ങളുടെ സ്ക്രിപ്റ്റ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഓക്കെ. പിന്നെ ഫിലിം സിങ്ക് സൗണ്ട് ആയിരുന്നു. ഓക്കെ. സിങ്ക് സൗണ്ട് ആയിരുന്നു. പിന്നെ സ്പോട്ട് എഡിറ്റിംഗ് ആയിരുന്നു. ഓക്കെ. അതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിൽ സേവ് ചെയ്യാൻ കഴിഞ്ഞു. ഡെഫിനറ്റ്ലി. അതെ അതെ. അപ്പോൾ ഓക്കെ ഷോട്ട്സ് എല്ലാം അപ്പോൾ തന്നെ തീരുമാനിക്കപ്പെട്ടു. പിന്നെ ഇങ്ങനെ അക്ലൈംഡ് ആയിട്ടുള്ള ഒരു ലീഡ് ആക്ടർ, അദ്ദേഹത്തിൻ്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനി, സാറിനെ പോലെ ഒരാളുടെ ഒരു അവാർഡ് വിന്നറുടെ ഒരു തിരക്കഥ കഥയൊക്കെ വരുന്നു.
അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ സാങ്കേതിക സഹായമല്ല എന്നുണ്ടെങ്കിൽ കലാസംവിധാനം പിന്നെ അതിൻ്റെ ക്യാമറ ആയിരുന്നാലും അങ്ങനെയൊക്കെ അറിയാനൊരു ആകാംക്ഷയുണ്ട്. അത് അവരെ പറ്റി ഒന്ന് പറയാമോ? അതായത് ആരാണ് ഇതിൻ്റെ DOP? ഇതിൻ്റെ DOP ഷഹനാദ് ജലാലായിരുന്നു. ഓക്കെ, അത് റോഷാക്കിൻ്റെ തന്നെ ക്യാമറ പുള്ളിയാണ് ചെയ്തത്. ഷഹനാദാണ് മറ്റേ ഡയസീറ ചെയ്തത്, ഡയസർ, അതെ ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്ക് അതൊക്കെ ഷഹനാദിൻ്റെ ആയിരുന്നു. എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകറാണ്. പ്രവീൺ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ കലാസംവിധാനം ഷാജി നെടുവിലാണ്. ഷാജിയാണ് പേട്ടേട്ടിൻ്റെയും കലാസംവിധാനം ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഷാജി ഒരു അസാധ്യ ആർട്ട് ഡയറക്ടറാണ്. ഷാജി ഈ എന്താ പറയുക, നമ്മുടെ ജയിലിൻ്റെ മറ്റേ ഇരുള ഗ്രാമത്തിലേക്ക് സെറ്റ് നമ്മളെ വിസ്മയിപ്പിക്കുകയാണ് ചെയ്തത്. ഓഹോ, പെർഫെക്ഷനാണ്. ഓക്കെ, 100% പെർഫെക്ഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കലാസംവിധാനം പിന്നെ ക്യാമറ പിന്നെ മ്യൂസിക് നേരത്തെ ചോദിച്ചല്ലോ. മ്യൂസിക് പശ്ചാത്തല സംഗീതം, ഇതിന് പശ്ചാത്തല സംഗീതമാണ് മജീദാണ് ചെയ്തിരിക്കുന്നത്. മുജീബ് ചെയ്തത് നമ്മുടെ ഇപ്പോൾ ഇക്കോ ചെയ്തതും കളങ്കാവിലും പുള്ളിയായിരുന്നു, ഇക്കോയും പുള്ളിയായിരുന്നു. അതെ അതെ, വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള സ്കോറായിരുന്നു. അതെ അതെ. കോസ്റ്റ്യൂം SP സതീശനാണ്. സതീശനിപ്പം കൂടുതലും തെലുങ്ക് സിനിമകൾക്കൊക്കെയാണ് ചെയ്യുന്നത്. അടൂർ സാറിൻ്റെ സ്ഥിരം കോസ്റ്റ്യൂം മേക്കറാണ്, കോസ്റ്റ്യൂമറാണ് സതീശൻ. ഓക്കെ. അപ്പം അദ്ദേഹത്തിനെ സാറ് വിളിച്ചു. പിന്നെ സൗണ്ട് റെക്കോർഡിംഗ് കിഷൻ മോഹനാണ്. അങ്ങനെ ഒരു നല്ല ഒരു ടീമാണ്. നിർവഹണം നടത്തിയിരിക്കുന്നത് സുനിലാണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. പ്രൊഡക്ഷൻ കൺട്രോളർ ബിനുവാണ്. ബിനു മണമ്പൂരാണ്. ഓക്കെ. നല്ല ടീമാണ്, പൊതുവെ നല്ല ടീമാണ്. എല്ലാവരും അതെ, ഏറ്റവും നല്ല ടീമിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് ട്രൈബൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, വളരെ പ്രിമിറ്റീവായിട്ടുള്ള ട്രൈബൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ. അത് നമ്മൾ അവരെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ. ഇതിൽ ഉപനായികയായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഒരു 15 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുണ്ട്, മാര എന്ന് പറഞ്ഞൊരു കഥാപാത്രം. അത് നമ്മൾ ഈ തമിഴ്നാട്ടിലെ കള്ളർ ഗ്രാമത്തിൽ നിന്ന് ഒരു അവിടുത്തെ ഒരു കോളേജ് വിദ്യാർത്ഥിയായ ഒരു കുട്ടിയെ തന്നെയുണ്ട്, ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇത്. അപ്പോൾ അവിടെ കള്ളർ ഗ്രാമത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ട്രൈബൽ കഥാപാത്രങ്ങളൊക്കെ അവിടെ നിന്നുള്ള ആർട്ടിസ്റ്റുകളാണ്. അവരൊക്കെ പ്രിമിറ്റീവ് ട്രൈബ്സ് തന്നെയാണ്, കള്ളർ ട്രൈബിൽപ്പെട്ടവരാണ്. പിന്നെ നമ്മുടെ വയനാട്ടിലെയും അട്ടപ്പാടിയിലേക്ക് ഇരളർ തന്നെയാണ്, ഇരള ട്രൈബിൽപ്പെട്ടവർ തന്നെയാണ് ഈ കഥയിലെ പല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ അല്ല, കേട്ടിടത്തോളം ആ ഒരു ക്യാൻവാസിൻ്റെ വലിപ്പമാണ് എനിക്ക് കൂടുതൽ മനസ്സിലാവുന്നത് കേൾക്കുമ്പോൾ. അപ്പോൾ അങ്ങയുടെ ഭാവനയിൽ ഉദിച്ച കഥാപാത്രങ്ങൾ കാണേണ്ട സ്ഥലത്ത് അങ്ങ് കണ്ടതുപോലെ തന്നെ അവിടെ വന്നു പറയുന്നുണ്ടല്ലേ? അതാണ് കേട്ട് വരുന്നത്. അടൂർ സാർ ചെയ്ത സിനിമകളിലേക്ക് ഏറ്റവും വലിയൊരു ക്യാൻവാസിൽ ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണിത്. ഓക്കെ. സാറിൻ്റെ സിനിമകൾ പൊതുവേ ഒരു കോസ്റ്റ് ഇഫക്റ്റീവ് ആണല്ലോ. അതെ അതെ, ഇതങ്ങനെയല്ല, ഇത് വളരെ പണം സ്കെയിൽ കാണുന്നുണ്ട്, സ്കെയിലുള്ളൊരു സിനിമയാണ്. ബ്യൂട്ടിഫുൾ സർ, ഓൾ ദ വെരി ബെസ്റ്റ്. ആ ഒരു പ്രൊഡക്ഷൻ നമുക്ക് എപ്പോഴായിരിക്കും കാണാൻ പറ്റുക, പബ്ലിക്കിന് എപ്പോഴായിരിക്കും കാണാൻ പറ്റുക? ഇപ്പം ഇത് പല ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകൾക്കും അയച്ചിട്ട് വേൾഡ് പ്രീമിയർ മിക്കവാറും ഫെസ്റ്റിവലിലാവാനാണ് സാധ്യത. എനിക്ക് തോന്നുന്നു ഒരു സെപ്റ്റംബറിന് ശേഷമേ കേരളത്തിൽ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ളൂ. കാര്യം സെപ്റ്റംബറോടെ മിക്കവാറും ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസ് പലതും കഴിയും. ഇപ്പം ബെർലിൻ, വെനീസ്, അങ്ങനെ പല ഫെസ്റ്റിവൽസ് ഉണ്ടല്ലോ. സെപ്റ്റംബർ കഴിഞ്ഞിട്ട് മിക്കവാറും റിലീസ് ഉണ്ടാവുള്ളൂ മലയാളത്തിൽ. ഇപ്പം മറ്റൊരു രീതിയിൽ പുതിയ ജനറേഷൻ മമ്മൂക്കയെ ഇപ്പോൾ ശ്രദ്ധിക്കുകയാണ്. കാരണം അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കളങ്കാവൽ പോലുള്ള സിനിമയൊക്കെ ആണെങ്കിൽ പോലും എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നല്ലോ. ഇപ്പം നമ്മുടെ ജിയോ ബേബിയുടെ സിനിമയിലായിരുന്നുണ്ടെങ്കിലും ഒക്കെയും മമ്മൂക്ക ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുടെ വെറൈറ്റി ഈസ് വെരി ഇംപ്രസീവ്. അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് അതുപോലെ തന്നെ എല്ലാവരും എന്നും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ഇവിടെ മമ്മൂക്ക ഓർക്കപ്പെടും എന്നതിൽ സംശയമില്ല. വളരെ ശ്രദ്ധേയനായ ഒരു നടൻ ഈ സിനിമയിലൂടെ ചലച്ചിത്ര രംഗത്തും കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. പ്രൊഫസർ അലിയാർ. ശരിക്കും ശബ്ദം കൊണ്ട് മലയാളികൾക്ക് വളരെ സുപരിചിതനാണ്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഫാരി TV-യിലൊക്കെ കമന്റേറ്റർ ഇദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരുപാട് മലയാള സിനിമകളിൽ ഡബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹം പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ അദ്ദേഹം ആദ്യാവസാനം ഒരു ട്രൈബൽ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്, പ്രൊഫസർ അലിയാർ. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ പങ്കുവയ്ക്കുന്നതിൽ കേൾക്കുന്നു.
എന്തായാലും സാർ ആ സിനിമയുടെ റിലീസിന് ഓൾ ദി വെരി ബെസ്റ്റ്. ഇപ്പോൾ ഇനി ഞാൻ ഒന്നുകൂടെ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരു തിരക്കഥാകൃത്ത് ആയിട്ടും അല്ലെങ്കിൽ കഥാകാരനൊക്കെ ആയിട്ട് സിനിമയുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ഇത്രയും ഒരു ഡീറ്റെയിലേക്ക് ഈ സിനിമയെ പറ്റി പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, അപ്പോൾ അവിടെ സാർ കൂടെ ഇൻവോൾവ് ആയിരുന്നിട്ടുണ്ടാവില്ലേ എൻ്റെ ഞാൻ മേക്കിങ്ങിലൊക്കെ? ആദ്യാവസാനം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. ഞാൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് ആദ്യാവസാനം ഉണ്ടായിരുന്നു. ഓക്കെ ഇടയ്ക്ക് 1-2 ദിവസങ്ങളിൽ മാത്രമൊന്ന് വിട്ടേക്കേണ്ടി വന്നുള്ളൂ. ഓക്കെ ബാക്കി ദിവസം മിക്കവാറും ഒരു ഒരു തുടക്കം മുതൽ അവസാനം വരെ ഞാൻ സാറിനൊപ്പം അടൂർ സാറിനൊപ്പം ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ. എനിക്ക് സാറിൻ്റെ ആ ഒരു ഇതിലെ സംവിധാന ശൈലി എങ്ങനെയാണെന്ന് കൂടെ ഒന്ന് നേരിൽ കാണാൻ പഠിക്കുക കിട്ടില്ല. എന്നുള്ളൊരു പഠിക്കുക പ്രോസസ് ആയിരുന്നു. ഓക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ഓക്കെ. അവസരം കൂടിയായിരുന്നു. അത് ഒരിക്കലും പാഴാക്കാൻ പാടില്ലല്ലോ. അല്ല, അതിനൊരു ഭാഗ്യം കൂടെ വേണം സാർ. അപ്പോൾ ഈ ഒരു ഞാൻ ഇതിനു മുമ്പ് ഇപ്പം 3 ഡയറക്ടർമാരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് Yes. അപ്പോഴൊന്നും അവരുടെ ആ ഒരു സംവിധാന ശൈലി പഠിക്കണം എന്ന് തോന്നിയിട്ടില്ല. ഓക്കെ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഒരു ഒരു റെയർ ഒരു എക്സ്പീരിയൻസ് ആണ്. അതെ അതെ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ലോക ഒരു ചലച്ചിത്ര പ്രതിഭ. ആണ്. ഇത് നമ്മളിവിടെ ഇൻവോൾവ് ചെയ്തൊരു സിനിമ ചെയ്യുമ്പോൾ അതെ. അത് നമ്മുടെ ഒരു സാന്നിധ്യം അവിടെ ആവശ്യമാണ് എന്നെനിക്ക് തോന്നി. സാറ് കൃതികളെ പറ്റി സംസാരിക്കുമ്പോഴാണെങ്കിലും ഈ എന്താ പറയുക, അതിൻ്റെ താത്വികമായിട്ടുള്ള കാര്യങ്ങൾ, ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നിടത്തൊക്കെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എപ്പോഴും മനസ്സിലാവാറുണ്ട്. അപ്പോൾ ഇവിടെയും അത് പ്രതിഫലിച്ചിരിക്കണം എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ പ്രോസസ്സിൽ പങ്കെടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ക്രിയേറ്റീവ് സൈഡിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്. ഞാൻ എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ. എഡിറ്റിംഗ് ഷൂട്ടിംഗ് മാത്രമല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞ് പിന്നീടുള്ള വർക്കുകളിലുമൊക്കെ സാറിൻ്റെ കൂടെ ശരി. എറണാകുളത്ത് പോയിരുന്നു. ഓക്കെ ഓക്കെ. മനോഹരം. അത് കേൾക്കുമ്പോൾ ഒരുപാട് നല്ലൊരു സന്തോഷം. എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഓക്കെ. കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം. അപ്പോൾ പദയാത്ര എന്ന വരാൻ പോകുന്ന ഒരു സിനിമയെ പറ്റി ഉള്ള വിശേഷങ്ങൾ സാർ പങ്കുവച്ചു. ഒരുപാട് നന്ദി. ഇനി ചോദിച്ചു കൊള്ളട്ടെ, അങ്ങയുടെ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു ഒരു റിട്ടയർഡ് ലൈഫിലേക്ക് കടന്നിരിക്കുകയാണെന്ന് പറയാമല്ലോ അല്ലേ? ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള പദവികൾ ഇപ്പം മറ്റ് നോക്കുന്നില്ല. ഔദ്യോഗികമായിട്ട് റിട്ടയർഡ് ലൈഫാണ്. അതെ. ഓക്കെ. അനൗദ്യോഗികമായിട്ട് റിട്ടയർഡ് ലൈഫല്ല. ഓക്കെ ഓക്കെ. ഞാൻ വളരെ ആക്റ്റീവാണ്. ആക്റ്റീവാണ്. പണ്ടേക്കാളും ആക്റ്റീവാണ്, മുമ്പത്തേക്കാളും ആക്റ്റീവാണ്. എന്താണ് ഇപ്പോൾ അല്ലാതെയുള്ള പ്രൊജക്റ്റുകൾ? ഇപ്പം റൈറ്റിംഗ് ആണെങ്കിലും എഴുത്ത് വളരെ നന്നായി നടക്കുന്നുണ്ട്. ഓക്കെ എഴുത്താണ് എൻ്റെ പ്രയോറിറ്റി. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എഴുത്ത് തന്നെയാണ്. ഓക്കെ. എഴുത്തും യാത്രയും. യാത്രയും. എന്താണ് ഇപ്പോഴത്തെ പുതിയ അന്വേഷണം? എന്താണ് എത്രയോ എൻ്റെ നാളത്തെ ഒരു പുതിയ പുസ്തകം ഇപ്പോഴ് ഈ ജൂൺ മാസത്തിൽ പ്രസിദ്ധീകരിക്കും. ഓക്കെ അതൊരു യാത്രാ പുസ്തകമാണ്. ഓക്കെ ഗെയ്ഷകളും സമരായികളും യാത്രാപഥങ്ങളും എന്നൊരു യാത്രാ പുസ്തകമാണ് ഇനിയിപ്പോൾ വരാനിരിക്കുന്നത്. അതായത് ജപ്പാൻ സന്ദർശിച്ചിരുന്നു. ഞാൻ കുറച്ച് വർഷം മുമ്പ് ജപ്പാനിൽ പോയിരുന്നു. ഓക്കെ. ജപ്പാനിൽ പിന്നെ സോളിൽ, സൗത്ത് കൊറിയ, പിന്നെ ബാലി, പിന്നെ നേപ്പാൾ, ഓക്കെ പിന്നെ ലഡാക്ക്, അങ്ങനെ ലേയിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തു. ഓക്കെ. നുബ്രാവാലി. അപ്പം അങ്ങനെയുള്ളൊരു കുറേ യാത്രകളുടെ ഒരു അനുഭവമാണ്. ഓക്കെ. അനുഭവമാണ് ഈ ഗേഷകളും സമറായികളും യാത്രാപഥങ്ങളും. അത് കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ഭാഷ ബുക്സാണ് പ്രസിദ്ധീകരിക്കുന്നത്. എൻ്റെ 40ാമത്തെ ബുക്കാണ്. 40ാമത്തെ പുസ്തകം. പിന്നെ മെൽബണിൽ കഴിഞ്ഞ തവണ വന്നതിന് ശേഷം ഓക്കെ. എൻ്റെ ഒരു ആത്മകഥാപരമായ ഒരു പുസ്തകം റിലീസ് ചെയ്തു. അത് അഴൽ മൂടിയ കന്യാവനങ്ങൾ. എൻ്റെ ഒരു 12 വർഷത്തെ പത്രപ്രവർത്തന ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയൊരു പുസ്തകമാണത്. സത്യത്തിൽ ഈ പദയാത്ര എന്ന സിനിമയുടെ കഥയുടെ ഒരു ഭാഗം അതിൽ നിന്നാണ്. ഓഹോ. എൻ്റെ പത്രപ്രവർത്തന അനുഭവത്തിൽ നിന്ന് അട്ടപ്പാടിയിലുണ്ടായൊരു സംഭവമാണ് ഇതിനകത്ത് കഥയുടെ ഒരു ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ. അതാണോ അതിൻ്റെ ആ കഥയും ആ കഥാപാത്രങ്ങളുമാണ് ഇതിൽ ഒരു നേരിട്ടുള്ള ശരിക്കൊരു അനുഭവമാണ്. ഓക്കെ. അതാണ് ഈ പദയാത്രയുടെ ഒരു കാതലായിട്ട് വരുന്ന ഒരു ഭാഗം കൂടിയാണത്. ഓക്കെ. പിന്നെ കഴിഞ്ഞ മെൽബൺ സന്ദർശനത്തിന് ശേഷമാണ് എൻ്റെ ഉല പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. അതെ. എനിക്കൊരു കഴിഞ്ഞ തവണ നമ്മൾ ഉലയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഉലയെക്കുറിച്ച് ദേശാഭിമാനി വാരികയിൽ ഉല കണ്ടശ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതെ അതെ. അതിനുശേഷം 2024 നവംബറിൽ ഉല പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു. അതെ. ഉല 3 പതിപ്പുകളായി. അതെ. മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതെ. പിന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളൊരു സന്തോഷമുള്ളൊരു കാര്യം, ഉലയ്ക്ക് 2 നല്ല അവാർഡുകൾ കിട്ടി. ആദ്യം യുവ ഖാദർ
നോബൽ പുരസ്കാരം കിട്ടി. ഓക്കെ. ഇനി അടുത്ത ഇടയ്ക്ക്, അതായത് ഞാൻ മെൽബണിലേക്ക് വരുന്നതിൻ്റെ തലേ ദിവസമാണ് ഈ ഒ വിജയൻ സ്മാരക സമിതിയുടെ ഓക്കെ. ഒ വിജയൻ നോവൽ അവാർഡ് ലഭിച്ചത് ഓക്കെ. പുലയ്ക്ക്. ഒരു നല്ല പുരസ്കാരമാണത്. രണ്ട് അത് മനോഹരമായിട്ടുള്ള വാങ്ങിയിട്ടാണ് ഞാൻ അവാർഡുകൾ. പിറ്റേന്ന് മെൽബണിലേക്ക് ഓ, പോകുന്നത്. അത് ശരിയാ, മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള സംഭവമാണ്. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളി ആക്റ്റീവായിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. അടുത്ത പുസ്തകം അപ്പോൾ ഉറപ്പായിട്ടും ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ അതിനിപ്പോൾ പ്രസിദ്ധീകരിക്കണം ജൂണിലെന്ന് പറയുകയാണെങ്കിൽ അടുത്തതിനെ പറ്റിയുള്ള ചിന്തയും തുടങ്ങി കാണുമെന്ന് കരുതുന്നു. ഞാനിപ്പോൾ ഒരു അടുത്ത നോവലിൻ്റെ ഒരു ഓക്കെ. ആലോചനയിലാണ്. ഓക്കെ. വ്യത്യസ്തമായൊരു നോവൽ, ഒരു യാത്രാ നോവലാണ്. ഓക്കെ. അപ്പോൾ ഒരു മാനസികവും ഭൗതികമായിട്ടുള്ളൊരു യാത്ര, ഓക്കെ. രണ്ട് കഥാപാത്രങ്ങളുടെ. ഓക്കെ. അപൂർവ എന്ന ഒരു 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 പെൺകുട്ടിയും ഓക്കെ. അതിൻ്റെ ഒരു പ്രോട്ടഗണിസ്റ്റ് ആയിട്ടുള്ള ഒരു വേറൊരാളും, അപൂർവ. അപൂർവ. ഓക്കെ. ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു സ്പിരിച്വൽ ജേണി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു മെറ്റാഫിസിക്കൽ ജേണി എന്ന് വിളിക്കാം. ഇൻട്രസ്റ്റിംഗ്. അതേസമയം അതൊരു ഭൗതികമായ യാത്രയും കൂടിയാണ്. ആ ഒരു Okay. യാത്രയാണ് എൻ്റെ മനസ്സിലിപ്പോൾ ഒരു നോവലായിട്ട് ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതിൽ വേറെ അധികം കഥാപാത്രങ്ങളൊന്നുമില്ല, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഓക്കെ. രണ്ട് കഥാപാത്രങ്ങളെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു നോവലാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. മനോഹരം. അപ്പോൾ യാത്ര അനുസരിച്ചാണെന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഇന്ത്യ പശ്ചാത്തലം ആയിട്ട് തന്നെയാണ്? അവരെവിടെയൊക്കെ പോകുന്നത് എനിക്കറിയില്ല. അവർ ഇന്ത്യക്കകത്തായിരിക്കും. ഓക്കെ. അവരെവിടെയൊക്കെ പോകുമെന്ന് എനിക്കറിയില്ല. നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ ഓക്കെ. ഈ കഥാപാത്രങ്ങൾ നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അവർ വിളിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതെ അതെ. അല്ല, ഓൾറെഡി. ഇതിൻ്റെ അനുഭവം അങ്ങനെയാണ്. ഓക്കെ. നമ്മളിങ്ങനെ എഴുതി ഇങ്ങനെ പോകുമ്പോൾ ആ. കഥാപാത്രങ്ങളാണ് പിന്നെ നമ്മളെ അങ്ങ് നയിക്കുന്നത്. ഓക്കെ. പിന്നെ അവർ നയിക്കുന്ന വഴിയിലൂടെ നമ്മൾ പോവുക. ഓക്കെ. ആദ്യം നമ്മുടെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടാവും. അതെ. പിന്നെ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യും. ഓക്കെ. ഇതെങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു ഈ രണ്ട് ലോകത്തും? ഇവിടെയാണോ കൂടുതലുള്ളത്, അവിടെയാണോ കൂടുതൽ? എഴുത്തിൻ്റെ ലോകത്ത് എവിടെയാണ് കൂടുതൽ? ഞാൻ എഴുത്തിൻ്റെ ലോകത്താണ് കൂടുതലും. അറിയാനുണ്ടോ അത് ഒരു പുസ്തകത്തെ പറ്റിയാണ് എഴുതാനിരിക്കുന്ന? നമ്മൾ എഴുതണം എന്നില്ല, നമ്മൾ എഴുതാതിരിക്കുമ്പോൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതെ. ഇപ്പോൾ ഞാനിപ്പോൾ ഉണ്ണിയായിട്ട് കുറച്ച് നേരം അവിടെ നമ്മളെവിടെ സംസാരിക്കാതെ ഇരിക്കുകയാണെന്ന് വെച്ചോ, ആ സമയത്ത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. എൻ്റെ മനസ്സിൽ എഴുതുന്നുണ്ട് ഞാൻ. ഓക്കെ. അപ്പം നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ, നമ്മൾ തനിച്ചാവുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അത് വേറൊരു രീതിയിലുള്ള എഴുത്താണ്. പക്ഷേ നമ്മുടെ മാനസിക തലത്തിൽ എഴുത്ത് നടന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. ഭൗതികമായിട്ട് എഴുത്ത് പിന്നീടായിരിക്കും പുറത്തു വരുന്നത്. അതെ അതെ. അല്ല, ഈ അത് എൻ്റെ കാര്യമല്ല കേട്ടോ, എല്ലാ എഴുത്തുകാരും അങ്ങനെയാണ്. ഓക്കെ. എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അന്നും ഈ പറഞ്ഞ കഴിഞ്ഞ കോൺവെർസേഷൻ സാറിൻ്റെ അടുത്ത് ഓർക്കുമ്പോൾ ഭാഷയിൽ ഒരുപാട് ഇറങ്ങി മനസ്സിലാക്കിയിട്ട് മലയാളത്തിനകത്ത് ഈ പാലിയുടെ ഇൻഫ്ലുവൻസിനെ പറ്റിയും ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് അതിലൂടെ ആ സംസ്കാരം ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നെന്നും അത് പിന്നെ അതിലൂടെ മതചിന്തയാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഈ ഇന്നത്തെ ഒരു ഡിവിസീവ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആയിരുന്നാലും ഡിവിസീവ് ആയിട്ടുള്ള റിലീജിയസ് ചിന്തകളും അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്ന് ടച്ച് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഇതെല്ലാം കൊണ്ട് തന്നെ ആയിരിക്കുമല്ലേ ഇനി അപൂർവയും നമ്മുടെ മുന്നിൽ വരുന്നത്? ആയിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കണം. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ. സംഭവിക്കുകയാണ് ചെയ്യുക. അപൂർവം ഇങ്ങനെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ. കുറച്ച് നാളായി, ഒരു 2 വർഷത്തോളമായിട്ട് ഈ അപൂർവം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ. അതിനും എല്ലാവിധ ആശംസകളും നേരുന്നു സാർ. ഈ ആക്റ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു മനസ്സെന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ശ്രദ്ധിക്കുന്നവർക്കും അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ സാർ, ഇത്തവണയും മെൽബണിലെ ഈ സന്ദർശനത്തിൽ നമ്മുടെ 30% മലയാളത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. സന്തോഷം. താങ്ക് യു. ഒരുപാട് സന്തോഷം അതെ, ഉണ്ണിയെ കാണാനും ഇത്രയും നേരം സംസാരിക്കാനും. ഈ മെൽബണിലെ മലയാളി ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് അതെ നമുക്കൊന്ന് കുറച്ച് സമയം ഒരു ഇൻട്രാക്ഷനുള്ള ഒരു സമയം കിട്ടിയതൊക്കെ ഒരുപാട് നന്നായി. സന്തോഷം. അല്ല എനിക്ക് പറയാൻ പറ്റിയ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകത പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഇത്തവണ മെൽബണിലെ ലോക്കൽ മാധ്യമങ്ങൾക്കായിരുന്നാലും അല്ലെങ്കിൽ സംഘടനകൾക്കായിരുന്നാലും സാർ അങ്ങനെ ഒരു മുഖം കൊടുത്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. പോയില്ല ഇത്തവണ. അതെ, അങ്ങനെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ വന്നത് അറിഞ്ഞ് ഞാൻ സമീപിക്കുമ്പോൾ യാതൊരു വൈമുഖ്യതയും കാണിക്കാതെ അദ്ദേഹം വന്നു, ഇവിടെ ഉണ്ടായി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് സാർ. ഇതോടെ എനിക്ക് കുറേ ക്രിയേറ്റീവ് വർക്ക്സ് ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ.
എനിക്ക് കഴിയുന്നതിൻ്റെ സമയം സേവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. ഓക്കെ അതുകൊണ്ട് ഞാൻ കഴിയുന്ന ഒരു പരിപാടിക്ക് പോയില്ല. ഓക്കെ എന്തായിരുന്നാലും അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്പെഷ്യലായിട്ട് തന്നെ കാണുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ വന്നതിനും 92.3 മലയാളം FM-ൻ്റെ ശ്രോതാക്കളുമായിട്ട് കുറച്ച് സമയം പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു. 92.3